Hello my dear students, welcome to my channel. Today discuss about some mathematics question paper. Okay, second terminal model question ആണ് ട്ടോ. Okay, first question, count and say. എണ്ണീറ്റ് പറയാനാണ് ട്ടോ. നമുക്ക് ഇവിടെ ബോക്സ് ഉണ്ട്, അതിൽ എഴുതി കൊടുക്കാം ട്ടോ. ആപ്പിളിൻ്റെ ഫോട്ടോ ആണ് അല്ലേ? നമുക്ക് കൗണ്ട് ചെയ്യാം, കൂടെ കൗണ്ട് ചെയ്യണം എല്ലാവരും കേട്ടോ. സേ 1 2 3 4 5 6 7 8. ഓക്കെ, 1 2 കേക്കാണ്. 1 2 3 4 5 6 7 8 9 10 11 12. ഓക്കെ, നെക്സ്റ്റ് ഫിഷ്. സേ 1 2 3 4 5 6 7 8 9. 6 മാർക്ക് സ്കോർ ചെയ്യാം നമുക്ക്. നെക്സ്റ്റ്, ടിക്ക് ദ ഹെവി ഒബ്ജക്റ്റ് ആൻഡ് ക്രോസ് ദ ലൈറ്റ്. ഹെവി ഒബ്ജക്റ്റിന് ടിക്ക് ചെയ്യാനും ലൈറ്റിന് ക്രോസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹെവി മീൻസ് നല്ല വെയിറ്റ് ഉള്ളത് അല്ലേ? ലൈറ്റ് ആയതെന്ന് പറയുമ്പോൾ വെയിറ്റ് ഇല്ലാത്തത്. നമ്മൾ കുറേ പഠിച്ചതല്ലേ, ഷോർട്ട് ലോങ് തിന്ന് തിക്ക് ലൈറ്റ് ഹെവി ഒക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ? നമ്മൾ ഫസ്റ്റ് ടൈമിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, സെക്കൻഡ് ടൈമിൽ നമുക്ക് ഇത് പഠിക്കാണ്ട്. അപ്പോൾ ഹെവി ടിക്ക് ചെയ്യുക, ലൈറ്റിന് ക്രോസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടിക്ക് ദ തിക്ക് ഒബ്ജക്റ്റ് ആൻഡ് ക്രോസ് ദ തിൻ. തിക്കിന് ടിക്ക് ചെയ്യുക, തിന്നിന് ക്രോസ് ചെയ്യുക. തിക്ക് നല്ല കട്ടിയുള്ള എന്നൊക്കെ പറയില്ല നമ്മൾ, കട്ടിയുള്ള ബുക്ക്. ഇത് നല്ല കട്ടിയുള്ള ബുക്കാണ്, തിക്കാണ്. അപ്പോൾ തിക്കിന് ടിക്ക് ചെയ്യുക. ഇത് കട്ടി കുറവുള്ള ബുക്കാണ്, അപ്പോൾ ക്രോസ് ചെയ്യുക. പിന്നെ ഇതെല്ലാവരും സ്ലേറ്റ് ആൻഡ് പെൻസിൽ ടേക്ക് സ്ലേറ്റ് ആൻഡ് പെൻസിൽ എടുത്തിട്ട് മിസ്സിംഗ് നമ്പേഴ്സ് റൈറ്റ് എഴുതുക എല്ലാവരും. സേ ദ മിസ്സിംഗ് നമ്പേഴ്സ്. ഓക്കെ, 10 ഉണ്ട്, ഫില്ലാക്കണം. 12 40 60 80 20. എല്ലാവരും എഴുതുക. പെൻ എടുക്കുക, എല്ലാവരും പെൻസിൽ എടുക്കുക, എഴുതുക. 10 11 12 സേ 30 40 50 60 70 80 90 20. ഓക്കെ, ഇത് നമ്മൾ ഒരുപാട് തവണ എഴുതി പഠിക്കുക കേട്ടോ. ഓക്കെ, ചെയ്ത് പഠിക്കുക വേണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5, മാച്ച് ദ ഫോളോയിങ്. നമ്മുടെ ഷേപ്സ് ആളാണ് അല്ലേ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം ക്വസ്റ്റ്യൻ ആണ്. സ്ക്വയർ ഉണ്ട്, ഒന്നിച്ചല്ല 2 പാർട്ടാക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ? അതുകൊണ്ട് നമുക്ക് സിമ്പിളാണ്. സ്ക്വയറും ഉണ്ട്, സർക്കിളും ഉണ്ട്. അപ്പം നമ്മൾ സ്ക്വയറിൻ്റെ അതേ ഷേപ്പിലുള്ളത് ഏതാണ്? ഈ ക്യാരം ബോർഡ്സ് ആണ് അല്ലേ? അപ്പം അങ്ങോട്ട് വരച്ചു കൊടുക്കുക. ഇനി സർക്കിള്, വീലുണ്ട്, അപ്പം അങ്ങോട്ട് വരച്ചു കൊടുക്കുക. അങ്ങനെയല്ലേ? ഇനി നെക്സ്റ്റ് ട്രയാങ്കിള്. ട്രയാങ്കിളിൻ്റെ ഷേപ്പ് എവിടെ? ഇതാ വരച്ചു കൊടുക്കുക. അതേപോലെ റെക്ടാങ്കിളിൻ്റെ ഷേപ്പിന് വരച്ചു കൊടുക്കുക. സിമ്പിളല്ലേ? ഇത് ചെയ്ത് എത്ര മാർക്ക്? 10 സ്കോർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് നന്നായിട്ട് പഠിക്കുക, എന്തായാലും വരും കേട്ടോ ഈ ഒരു ക്വസ്റ്റ്യൻ. സർക്കിൾ ദ ഒബ്ജക്റ്റ് ദാറ്റ് ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ് ഇൻ ഈച്ച് റോ. ഇതിൽ കുറേ പിക്ചർ കൊടുത്തിട്ടുണ്ട്, അതിൽ ഡിഫറെൻ്റ് ആയിട്ട് ഒന്നുണ്ട്, അതിന് നമ്മൾ സർക്കിൾ വരച്ചു കൊടുക്കുക. ഇവിടെ സർക്കിളുകളുണ്ട്, പക്ഷേ ഏതോ ഒരു സർക്കിളിന് കുറഞ്ഞൊരു മാറ്റം ഉണ്ട് അല്ലേ? ഏതാണ്? നമുക്ക് നോക്കിയാൽ തന്നെ അറിയാൻ കഴിയൂല്ലേ? ഇതല്ലേ? യെസ്. അപ്പം നമ്മൾ സർക്കിൾ വരച്ചു കൊടുക്കുക. അതേപോലെ ഇവിടെ ട്രയാങ്കിൾ ഉണ്ട്, ഒരുപാട് ട്രയാങ്കിൾ ഉണ്ട്. ഈ ഒരു ട്രയാങ്കിളിൽ എന്തോ ഒന്നിന് ചെറിയൊരു മാറ്റമുണ്ട്, അപ്പം അത് കണ്ടുപിടിച്ചിട്ട് സർക്കിൾ വരയ്ക്കുക. ടീച്ചർ കണ്ടുപിടിച്ചു, നിങ്ങൾ കണ്ടുപിടിച്ചോ? ഇതാ. അപ്പോൾ ഇവിടെ സർക്കിൾ വരയ്ക്കുക. ഓക്കെ, സെറ്റ്. കൗണ്ട് ആൻഡ് സർക്കിൾ ദ കറക്റ്റ് നമ്പർ. ഇവിടെ കുറേ ആനിമൽസിൻ്റെ ഹെഡുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ അത് എണ്ണി നോക്കിയിട്ട് ശരിയായ ഉത്തരം ഇതിൻ്റെ താഴെ ഉണ്ട്, അത് നമ്മൾ എണ്ണി നോക്കണം, എന്നിട്ടാണ് നമുക്ക് സർക്കിൾ വരയ്ക്കേണ്ടത്. എല്ലാവരും കൗണ്ട് ചെയ്തോളൂ. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 20ക്ക് സർക്കിൾ വരയ്ക്കുക. അതേപോലെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, 6 മാർക്കാണ്. 1 2 3 4 5 6
7, 8, 9, 10, 11, 12. യെസ്, 12ന് സർക്കിൾ വരയ്ക്കുക. സെറ്റ്. സേ ദ ഫോളോയിങ് നമ്പേഴ്സ്. സർക്കിളിൻ്റെ ഉള്ളിൽ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമ്പേഴ്സ് പറയാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. സേ പറയൂ. 11, 50, 21, 70, 25. 5 മാർക്ക് സ്കോർ ചെയ്യുക. നമ്മൾ 25 വരെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ. ഇനി ഒരു ഓറൽ ക്വസ്റ്റ്യൻ ആണ്. ഹൗ ഓൾഡ് ആർ യു? നിങ്ങൾക്ക് എത്ര വയസ്സായി? അപ്പം എല്ലാവരും സ്വന്തം വയസ്സ് പഠിച്ചു വെക്കുക കേട്ടോ. ഷോ 7 നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഷോ 7 ഫിംഗേഴ്സ് ഇൻ യുവർ ഹാൻഡ്സ്. നിങ്ങളുടെ കയ്യിൽ 7 ഫിംഗേഴ്സ് കാണിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കാണിച്ച എല്ലാവരും. 1, 2, 3, 4, 5, 6, 7. എല്ലാവരും കാണിച്ചേ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ടീച്ചർ ഇമ്പോർട്ടൻ്റ് പറഞ്ഞതൊക്കെ നന്നായിട്ട് പഠിക്കുക കേട്ടോ. മിസ്സിംഗ് നമ്പേഴ്സൊക്കെ എഴുതി പഠിക്കുക. ഓക്കെ.